ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നേര് എന്ന സിനിമയുടെ വിശേഷത്തിലേക്കാണ്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള 17ാമത്തെ മൂവിയാണ് നേര്. ഇതിൻ്റെ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ജീത്തു ജോസഫും ശാന്തി മായാദേവിയുമാണ്. എഡിറ്റർ VS വിനായക്. സിനിമാറ്റോഗ്രഫി വന്നിട്ടുള്ള സതീഷ് കുറുപ്പാണ്. സതീഷ് കുറുപ്പാണ് അൻവർ, ദൃശ്യം 2 എന്നതിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. സിനിമയുടെ പ്ലോട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളാണ് സിനിമയിൽ ഫുള്ളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നേര് പറയുകയാണെങ്കിൽ നേര് എല്ലാവരുടെയും ഉള്ളം നിറച്ചതാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ലൊരു സിനിമയാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ ഒട്ടനവധി രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ശരിക്കും പല സീനുകളിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. ശരിക്കും ലാലേട്ടൻ്റെ മൂന്നാമതായിട്ട് ഈ വർഷം വന്നിട്ടുള്ള ഈ സിനിമ വളരെ അടിപൊളി പടമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അനശ്വര രാജൻ്റെ ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ടുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് അനശ്വര രാജൻ ഈയിടെയായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ ജഡ്ജിയായി വന്നിട്ടുള്ള മാത്യു വർഗീസ് അധികം തമിഴ് സിനിമകളിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം മലയാളത്തിൽ ഈ സിനിമയിൽ ജഡ്ജിയായി വന്നിട്ടുള്ളത് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അനശ്വര അവതരിപ്പിച്ച സാറ എന്ന ക്യാരക്ടർ സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഈ സിനിമയിൽ സാറയുടെ ഒരു മുറി കാണിക്കുന്ന രംഗമുണ്ട്. അതായത് നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ KB ഗണേഷ് കുമാറും നമ്മുടെ ജഗദീഷും കൂടെ മുറിയിലേക്ക് വരുമ്പോൾ ഈ സാറയുടെ മുറിയിൽ ഈ ചുമരിൽ കാണുന്ന ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങളിനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രെയിലർ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ സ്വിച്ച് ബോർഡ് കാണാൻ പറ്റും. ആ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റുമായിട്ട് ചടികൾ പറ്റിയൊരു പാറ്റേൺ ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ വീട്ടുകളിൽ ഉണ്ടാകുമ്പോൾ സ്വിച്ച് ബോർഡിൽ കൈവച്ചിട്ടുണ്ടാകുന്ന ആ ചളിയുടെ പാടും ഇതിൽ ആ ഭാഗത്തുണ്ടാകുന്ന ചളിയുടെ പാടും ഒരു വളരെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഈ സാറ നമ്മുടെ ഈ മേക്കിംഗ് ക്ലേ മോഡലിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിലെത്തുമ്പോൾ കയ്യിലുണ്ടാകുന്ന ഈ ചളി കൊണ്ട് സ്വിച്ച് ഇടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചളി പറ്റിയിട്ടുള്ളൊരു പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെ ആയിരിക്കണം ഡയറക്ടർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നത്. അത് ശരിക്കും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ആ ഡീറ്റെയിലിംഗ് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയായിരിക്കും ആ സീൻ അവിടെ വരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഡീറ്റെയിലിംഗ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോർട്ട് റൂമിൽ കാണിക്കുമ്പോൾ അവിടെ പിന്നിലുള്ള ക്ലോക്കിലുള്ള ടൈമിങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ യൂഷ്വൽ ഈ കോടതി ടൈമിംഗ് ഫ്രെയിമിനുള്ളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ഇവരുടെ ലഞ്ച് ബ്രേക്ക് ടൈമിങ് ഒന്നും അതിൽ കാണിച്ചിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് 12 മണി 12:15 ആ റേറ്റിൽ, പിന്നെ 3 മണി 3:15 അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൽ ടൈമുകൾ വന്നിട്ടുള്ളത്. അതിലെല്ലാം ഇവർ വളരെയധികം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയും ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഉടനെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ വളരെ നല്ലൊരു മൂവിയാണ്. അത് OTTയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാൻസിനോടൊപ്പം കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ തിയേറ്ററിൽ നമ്മുടെ കൂടെ കൈയടിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒരു നല്ലൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിൽ ഈ ലാലേട്ടനൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ത്രില്ലായി തോന്നി. അതിലെ കുറേ സീനുകളും എല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സിനിമയിൽ അതുപോലെ വേറെ ഏതെങ്കിലും രംഗങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കരുതി വെച്ച രംഗങ്ങളായിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യും.